ഷാദുലി ഹദറയുടെ ഏറ്റവും വലിയ പ്രത്യേകത തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹ് ഈ ഒരു ചിന്തയാണ്. നമ്മൾ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒക്കെ അത് അള്ളാഹുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു എന്നതിൽ നിന്നും രണ്ട് ലാമും ഒരു അലിഫും പോകുമ്പോൾ ആകും, രണ്ട് ലാമ മാത്രം പോകുമ്പോൾ ആകും. സബരിയ എന്നാണ് നമ്മുടെ മശായിഖന്മാരിയ മഹത്തായ മജ്‌ലിസിനെ സൂചിപ്പിക്കുന്ന ഒരു പേര്. ദിക്റ് ലിസാനുകൊണ്ട്, ലിസാനിയായ ദിക്റുണ്ട്, നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്ർ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നാവ് കൊണ്ടുള്ള ദിക്ർ. ഖൽബിയായ ദിക്റുണ്ട്. ഖൽബിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ അവരുടെ ചുണ്ടും നാവും ഒന്നും അനങ്ങുന്നുണ്ടാവില്ല. നമുക്ക് കാണുമ്പം അവരെ ഒരു ചിന്തിച്ചിരിക്കുന്നത് പോലെ ഉണ്ടാവും, പക്ഷേ അവരുടെ മുഴുവൻ ഹൃദയവുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിലേക്ക്. അതാണ് ഖൽബിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ. കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇയാൾ ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇരുന്ന് സമയം കളയാണെന്ന് തോന്നും, പക്ഷെ അവരുടെ ഹൃദയം അള്ളാഹുവിലേക്കായിരിക്കും. അതാണ് ഖൽബിയായ ദിക്ർ. സദരിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവും ചുണ്ടും അനങ്ങാതെ നെഞ്ചിൽ നിന്നും വരണ ഇതിനാണ് സദരിയ എന്ന് പറയുന്നത്. അംഫാസിയായ ദിക്റുണ്ട്. ശ്വാസം നമ്മളിങ്ങനെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ അതിലൂടെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദിക്ർ ആ ശ്വാസത്തിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ മഹത്തായ മജ്‌ലിസിൽ നമ്മുടെ മുഴുവൻ ചിന്തയും അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കണം. ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയ ശൈഖുൽ മശായിഖ് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു, അള്ളാഹു അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മജ്‌ലിസിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. സദാ സമയവും അള്ളാഹുവിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും മാത്രമായിരുന്നു അവിടുത്തെ മുഴുവൻ ചിന്തയും സ്മരണയും ചലനവും നിശ്ചലനവും ഒക്കെ. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഒരു നിമിഷമെങ്ങാനും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്നെ തൊട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രത്യക്ഷമായാൽ മഅദത്തു മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് ഞാൻ കണക്കൂട്ടൂല. എല്ലാ സമയവും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും. ഒരു ദിവസം 10,000 സ്വലാത്ത് ചൊല്ലും ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു. ഒരു ദിവസം അവിടുത്തെ സുപ്രധാനമായ മുരീദായിരുന്ന ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു 50,000 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുമായിരുന്നു. 50,000 സ്വലാത്ത്. ഞാനിത് എന്തിനു സൂചിപ്പിച്ചു എന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ട്, നമ്മൾ ഒരു ഷെയ്ഖിനെ അങ്ങോട്ട് പിടിച്ചാൽ പിന്നെ നമുക്ക് ഒരു പണിയുമില്ല. അങ്ങനെ ഇരിക്കില്ല, ഒരു പണിയും ഇല്ലാതിരിക്കില്ല. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് സാഹിബ് തരീഖത്ത് നഖ്ശബന്ദിയ ഷെയ്ഖ് ഖാജ ബഹാഉദ്ദീൻ ഷാഹി നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖായിരുന്നു ഷെയ്ഖ് അമീർ കുലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹാഉദ്ദീൻ ഷാഹി നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വിളിയാളം, ഒരു ഉള്ളുവിളിയാളെന്നൊക്കെ, ഉള്ളുവിളി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിനക്ക് എൻ്റെ അടുത്തേക്ക് അടുക്കാനുള്ള സമയമായിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം ഞാനിങ്ങനെ കേൾക്കുന്നു. പിന്നെ എൻ്റെ ചിന്തയൊക്കെ ഫുള്ള് മാറി. ഇതാണ് ഹാല് മാറൽ എന്ന് പറയാം. ഞാൻ വേഗം പോയി അടുത്തുള്ള തടാകത്തിൽ നിന്നും കുളത്തിൽ നിന്നും നന്നായി ഒന്ന് കുളിച്ച് എന്നിട്ട് 2 റക്അത്ത് ഞാൻ നിസ്കരിച്ചു. എന്നിട്ട് അവിടുന്ന് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭൂലോകത്തേക്ക് പിറന്നു വീണിട്ട് അന്നാ നിസ്കരിച്ച 2 റക്അത്ത് പോലെ ഒരു നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇബാദത്തുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, ഒരു ലദ്ദത്ത് ഉണ്ടാവും. അങ്ങനെ ഞാൻ
അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയമായില്ലേ എന്നുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിളിയാളം എനിക്ക് വന്നപ്പോൾ ഞാൻ ചെയ്തത് വേഗം ഏതെങ്കിലും പള്ളിയുടെ മൂലയിലിരുന്ന് തസ്ബീഹ് മാലെടുത്ത് ദിക്ർ ചൊല്ലാൻ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതാൻ തുടങ്ങിയതല്ല. ഞാൻ ഒരു ശൈഖിനെ കണ്ടെത്തണം. ഒരു ശൈഖില്ലാതെ അല്ലാഹുവിലേക്ക് എത്താൻ ശ്രമിക്കുന്നവൻ പിഴച്ചുപോയവനെന്ന സയ്യിദുൽ ത്വായിഫ ഇമാം അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മുഴുവൻ മശായിഖന്മാരുടെയും ആ സിൽസിലയും സനദൊക്കെ ചെന്ന് ചേരുന്ന ഒരു ബഹുമാനപ്പെട്ട സയ്യിദുൽ ത്വായിഫ ഇമാം അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഔസുൽ അലം തങ്ങളുടെ അടക്കം സിൽസില ചരിത്രം പറഞ്ഞ ഒരുപാട് നീണ്ടുപോകും. ഹിജ്റ 200 ശേഷം ജീവിച്ച മഹാന ബഹുമാനപ്പെട്ട സയ്യിദുൽ ത്വായിഫ ഇമാം അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു 471 കിതാബ് ഔസുൽ അലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജനിച്ചത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ തല ഇങ്ങനെ കുനിച്ചു. ഏത് കാലഘട്ടത്തില്? ഹിജ്റ 200 കാലഘട്ടത്തിൽ തല ഇങ്ങനെ കുനിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദ് ഇതെന്താ പതിവില്ലാതെ തല ഇങ്ങനെ കുനിച്ചിരിക്കുന്നത്? അപ്പം പറഞ്ഞു, ഓർഡർ ഉണ്ട്, നിർദ്ദേശമുണ്ട്. എന്ത്? ഹിജ്റ 5-ാം നൂറ്റാണ്ടില് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു വലിയ മഹാൻ വരാനുണ്ട്. ആ വലിയന്, ആ മഹാന് ഇപ്പം ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഔലിയാക്കളും തലകുനിക്കണമെന്ന് അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തലകുനിച്ചത് കേട്ടോ. എല്ലാ മശായിഖന്മാരുടെയും കാലുകൾ എന്റെ തോടുമ്മലാണെന്ന് ബഹുമാനപ്പെട്ട ഔസുൽ അലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ ഓർഡർ കിട്ടിയപ്പോൾ ഒരു ശൈഖ് അയാൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അറിയില്ലൊരു ശൈഖ് അതെല്ലെന്ന് ചെന്നാല് മുഹീദ്ദീന്മാരിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എപ്പോ വരാൻ വേണ്ടി പോകുന്ന, എനിക്ക് ശേഷം വരാൻ വേണ്ടി പോകുന്ന ഒരു വലിയ ഞാനിപ്പം ഇങ്ങനെ തലകുനിച്ചിരിക്കും. അപ്പം അവരംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ ആ വിലായത്വം നീങ്ങിപ്പോയി, അവരുടെ വെളിപ്പെട്ടം നീക്കിച്ചു വെച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പം മഹാന്മാരെ മശായിഖന്മാരെ അംഗീകരിക്കാതെ ഒരു വഴിയുമില്ല. എന്റെ വിഷയം ബഹുമാനപ്പെട്ട ശ്രീ ഖാജ ബഹാഉദ്ദീൻ ഷാഹിദ് നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വെളിയാളം വന്നപ്പോ ഒരു ശൈഖിനെ തേടിയെത്തി, ശൈഖിനെ കണ്ടുപിടിച്ചു. അതാണ് ശൈഖ് അമീർ ഖുലാൽ റളിയല്ലാഹു അൻഹു. അവിടത്തേക്ക് കഷ്ടപ്പെട്ട് എത്രയോ ദൂരം താണ്ടിപ്പോയി. പോയ ഉടനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതൊക്കെ. പോയ ഉടനെ എന്ത് ചെയ്തെന്നറിയോ? ബഹുമാനപ്പെട്ട ഖാജ ബഹാഉദ്ദീൻ ഷാ നഖ്ശബന്ദി റളിയല്ലാഹുവിനെ കണ്ട ഉടനെ അമീർ ഖുലാൽ റളിയല്ലാഹുവിനെ വാതിലങ്ങട്ട് അടച്ച് പുറത്താക്കി. സയ്യിദാണ്, തങ്ങന്മാരൊക്കെ ഒന്നിരിക്കൽ ഹസൻ റളിയല്ലാഹുവിലേക്ക് ചെന്നെത്തുന്ന ഹസനിയായിരിക്കും, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നെത്തുന്ന ഹുസൈനി ആയിരിക്കും. പക്ഷെ ബഹുമാനപ്പെട്ട ഖാജ ബഹാഉദ്ദീൻ ഷാ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു ഹസനിയും ഹുസൈനിയും വലിയ മഹാനാ. ആട്ടി വാതിലടച്ചിട്ട് പുറത്ത് നിർത്തി. അപ്പം ബഹുമാനപ്പെട്ട ഖാജ ബഹാഉദ്ദീൻ ഷാ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറയാ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്നോട് പറയാണ്, ഇനി ഇവിടെ നിൽക്കണ്ട, ഇത്രയും ദൂരെ നിന്ന് ഞാൻ വന്നിട്ട് എന്നെ പരിഗണിക്കാതെ വാതിലടച്ചില്ലേ, പോയി കളയാം. അപ്പൊ ഞാൻ ഉടനെ എൻ്റെ ശരീരത്തിനെ നിയന്ത്രിച്ചു. അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ നിധാനമാകുന്ന ഒരു ശൈഖിനെയാണ് ഞാൻ തേടി വന്നിരിക്കുന്നത്. പല പരീക്ഷണങ്ങളും ഉണ്ടാവും. ഞാൻ അവിടെ നിന്ന് എൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടിട്ട് ഈ ശൈഖിനെയും ഒഴിവാക്കിപ്പോയാൽ അള്ളാഹുവിൽ നിന്നാണ് ഞാൻ അകലുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെരുപ്പ് ഊരി വെക്കുന്ന സ്ഥലമുണ്ട് പുറത്ത്. ആ ചെരുപ്പ് ഊരി വെക്കുന്ന സ്ഥലത്ത് എൻ്റെ കവിൾത്തടം ചേർത്ത് വെച്ചിട്ട് നല്ല മരം കോച്ചുന്ന തണുപ്പ്, ആ തണുപ്പുള്ള രാത്രിയിൽ ഞാൻ ബഹുമാനപ്പെട്ട അമീർ ഖുലാൽ റളിയല്ലാഹു അൻഹു ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് കവിള് വെച്ചിട്ട് കിടന്നുറങ്ങി. എന്നെ പുറത്താക്കി, തിരിച്ചു പോയില്ല. പിറ്റേ ദിവസം തഹജ്ജുദിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട അമീർ ഖുലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്ന്
ബഹുമാനപ്പെട്ട ഖാജ ബഹാഉദ്ദീൻ ഷാ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ കവളത്താണ് കാല് വെക്കുന്നത്. പുഞ്ചിരിയോടെ സ്നേഹത്തോടെ അവിടുന്ന് ചാടി എഴുന്നേറ്റപ്പം ഇങ്ങനെ കോർത്ത് പിടിച്ച് പരീക്ഷണായിരുന്നു. അവിടുന്ന് അങ്ങോട്ടേക്ക് മുരീദായി കൂടെ കൂട്ടുകയാണ്. ചിന്തിച്ചു നോക്ക്, അത്രയും വലിയ മഹാനൊരു ഷെയ്ഖിൻ്റെ അടുത്ത് പോയപ്പോൾ പുറത്താക്കി. നമ്മളൊരു ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോയി, തങ്ങളെ കാണാൻ വേണ്ടി പോയിട്ട് അവിടുന്ന് വാതിലടച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്. പിന്നെ ആ ഷെയ്ഖിന് നമ്മളെ ഫിത്നയും ഫസാദും കൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അയാൾ എന്ത് തങ്ങൾ വില കപ്പുണ്ടാക്കുക. ഞാൻ പോയിട്ട് അമ്മം വാതിലടച്ച് അയാളെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായി ആവല്, അയാൾക്ക് എന്ത് മര്യാദയുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് സഹിച്ചവിടെ നിന്നും പിന്നീട് ഒരു വട്ടം പോയി. നമ്മൾ ഇതുപോലെയുള്ള സാവിയകളിൽ വരുമ്പോൾ ഇതൊരു സാവിയയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യൽ ബുഖാരി അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. എന്തിനാണ് ഇവിടെ ഒരു ദർസും ഇല്ല, ഇവിടെ ഒന്നുമില്ല, ഒരു യതീങ്ങാനില്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു സാധനം കെട്ടിയിട്ട് വെറുതെ ചെലവ് എന്ന് ചിന്തിക്കേണ്ടത്? നമ്മുടെ മുൻഗാമികളുടെ ഒരു മാതൃകയാണ് സാവിയത്ത് സൂഫിയ. അവർക്ക് ഇതുപോലെയുള്ള കാങ്കാഹുകളുണ്ടാവും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലേ? ബഹുമാനപ്പെട്ട ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു, അവിടത്തേക്കൊരു കാങ്കാവ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട്, മജ്ലിസിന് വേണ്ടിയിട്ട് അവിടത്തേക്ക് കയറിച്ചെന്ന് ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുൽ താബിഈൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. സഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ച, ഒരുപാട് സഹാബികളിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച സയ്യിദുനാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മ ചെയ്ത സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടത്തേക്ക് മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. സഹാബികളിൽ നിന്നും ഖുർആൻ പഠിച്ച ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബുൽ അജ്മി റളിയല്ലാഹു അൻഹുവിന്റെ കാങ്കാഹിയിലേക്ക്, അസാവിയത്ത് സൂഫിയയിലേക്ക് ചെന്നപ്പോ അവിടെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്നറിയോ? ഷെയ്ഖ് ഹബീബുൽ അജ്മി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസ്രി തങ്ങൾ വലിയ പണ്ഡിതനാണ്, തെറ്റില്ലാതെ സസൂക്ഷ്മം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന മഹാനാണ്. ഇമാമ് നിൽക്കുന്ന ഷെയ്ഖായ ഹബീബുൽ അജ്മിയുടെ ആ ഖിറാഅത്ത് ഓതി കേട്ടപ്പോ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന് റാഹത്താകുന്നു. ഇതെന്തോത്താപ്പ, ഇയാളെ ഞാനെങ്ങനെ തുടർന്ന് നിസ്കരിക്കുക? ഒറ്റക്ക് നിസ്കരിച്ച് അന്ന് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വപ്നത്തിൽ കണ്ടു ബഹുമാനപ്പെട്ട ഹബീബുൽ അജ്മി റളിയല്ലാഹു അൻഹു. അല്ലാഹു ചോദിച്ചു, എന്താ ഹബീബ്, എന്താണ് ഹസനെ നിനക്ക് വേണ്ടത്? നിന്റെ പൊരുത്തം വേണമെന്ന് പറഞ്ഞു. അപ്പം അള്ളാഹു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവോട് പറയാ, എടാ നീ ആ ഹബീബുൽ അജ്മിയെ തുടർന്നിരുന്നുവെങ്കിൽ എൻ്റെ പൊരുത്തം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആരുടെയും വേഷം നോക്കിയിട്ടും ആരുടെയും ബാഹ്യമായ കാഴ്ചപ്പാടുകൾ നോക്കിയിട്ടും ഒന്നും അവരെ വിലയിരുത്താൻ കഴിയില്ല. അവരെ കൂടെ നമ്മളിങ്ങനെ കൂടുമ്പോൾ അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ ഇല്ലാത്ത സമയത്ത് ഞാൻ പറയാം, ഒരുപാട് മുമ്പേ ഇതുപോലെ മജ്ലിസിലൊന്നും ഞാൻ പങ്കെടുക്കലില്ലെങ്കിലും അവരെ ഞാൻ രഹസ്യമായി ബന്ധപ്പെടുന്നുണ്ട്. ഷാസുലിയത്ത് ഇപ്പം അടുത്താണ് തന്നതെങ്കിലും ഖാദിരിയത്ത് ഒരുപാട് മുമ്പേ തന്നിരുന്നു. അന്ന് ഖാദിരിയ തരീഖത്ത് വാങ്ങാൻ വേണ്ടി ഞാൻ വന്ന്, അപ്പോൾ അവിടെ താഴത്തിരിക്കുന്നൊരു സോഫ ഇട്ടിട്ടുണ്ട്, അവിടെ എന്നെ പിടിച്ചിരുത്തി. അപ്പം പല അങ്ങനെ നമ്മളെ കുശലാന്വേഷണങ്ങളും പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഖാദിരിയത്ത് വാങ്ങിയെടുക്കണം. അപ്പം ഞാൻ കേരളത്തിലെ ഏകദേശമുള്ള ഖാദിരിയ തരീഖത്തിൻ്റെ ദിക്റുകളും അതിൻ്റെ സിൽസിലേക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, തങ്ങളടുത്തുള്ള ഖാദിരിയത്ത് ഏതാണെന്ന്. അതൊന്ന് എനിക്ക് കിട്ടിയാൽ റാഹത്തായിരുന്നു. അപ്പം എന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം, നിങ്ങൾ സിനിമ കാണലുണ്ടോ എന്നോട് ചോദ്യം. ഞാൻ ചിരിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ സിനിമയെല്ലാം കാണും. അങ്ങനെ ചിരിച്ചു നിന്ന് എന്തൊക്കെയോ സിനിമ കഥകളും മറ്റു പലതും പറഞ്ഞു, എല്ലാം പുഞ്ചിരിയോടുകൂടി. ഇതിലൊന്നും എനിക്കൊരു അതൃപ്തിയും ഇല്ല എന്ന് ഞാൻ കേട്ടിരുന്നു. വീണ്ടും അപ്പം തങ്ങളൊന്ന് ഖാദിരിയത്തിൻ്റെ ദിക്റ് പറഞ്ഞുതരുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഫുട്ബോൾ കളിക്കലുണ്ടോ? ഞാൻ ഭയങ്കര കളിക്കാനായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ഞാൻ വിടുന്നില്ല. അങ്ങനെ പലതും പല നിലക്കും ആ വിഷയത്തിൽ തന്നെ മാറ്റാൻ നോക്കി, ഞാൻ വിട്ടില്ല. ആ സമയത്ത് ഗൗരവത്തോടുകൂടി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഡ്രൈവറോട് പറഞ്ഞു, മോനെ തലയെ കെട്ടും
ബേഗും കറുത്ത ബേഗും വടിയും എല്ലാം എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ഭംഗിയോടുകൂടി ആ ഷെയ്ഖുമാരെങ്ങനെ കൊടുത്തോ എന്നോട് പറഞ്ഞു, മടവൂർ ഷെയ്ഖുനെ എങ്ങനെയാണോ എനിക്ക് തന്നത് അതേ കടലാസും അതേ പൊരുത്തത്തോടെ എനിക്ക് തന്നത് പറയാൻ വേണ്ടി പറയല. അതിന് ശേഷം എന്നോട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി എന്നോട് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ജനങ്ങളെ മുമ്പിൽ എന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കളിക്കലാണ് അന്ന് എന്നോട് പറഞ്ഞതാണ്. എന്നെ ആർക്കും എന്നെ അറിയരുതെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു പറഞ്ഞില്ലേ, എന്നെ ഒരുത്തരെ കൂട്ടിപ്പറവണ്ട, എന്നെ ഫടഫീനറിയരുതെന്നോവാർ എന്നോട് പറഞ്ഞു. ഞാനതിലോ കളി കളിക്കും, ചിലപ്പോൾ മസ്താമാരെ കളി കളിക്കും, ചിലപ്പോൾ ഞാൻ ആർക്കും തിരിയാത്ത എന്തൊക്കെയോ പറയും. എന്നോട് പറഞ്ഞതാണ്. അന്നെൻ്റെ ഒരു മുത്താലിം സാക്ഷിയാണ് അതിന്. ഇപ്പോൾ കോളേജിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ പറയാം, വർഷങ്ങളായിട്ട് മോലത്തിലും കൂടുന്ന പലർക്കും ശരിക്കും ഓരോ മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, അവരെ ചില മഅരിഫത്തുകളൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടമായിട്ടുള്ളിടത്തുനിന്നല്ല ഓരോ പറയരുത്. ഓരെപ്പെങ്കിലും രഹസ്യമായിട്ട് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ അവർക്ക് തഫ്സീറിൽ എത്ര അവഗാഹമുണ്ട്, ഹദീസിൽ എത്ര അവഗാഹമുണ്ട്, മഅരിഫത്തിൽ എത്ര അവഗാഹമുണ്ട്, ത്വരീഖത്തിന്റെ ഇൽമിൽ എത്ര അവഗാഹമുണ്ട്, ഹഖീഖത്തിൽ അപ്പം തിരിയും. അത് അല്ലാണ്ട് ഈ പറയുന്നതൊന്നുമല്ല, അതൊന്നും അല്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അല്ലാഹു അവിടുത്തെ ഒരു തടൽ നമുക്ക് ഒരുപാട് കാലം നീട്ടിയിട്ട് തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾക്ക് ശൈഖാവാൻ മാത്രമല്ല യോഗ്യത, മുരീദാവാനുണ്ട് യോഗ്യത. അത് മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം ഞാൻ ഒരാളെ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇനി നമുക്കൊന്നും പണിയിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു കൂട്ടു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തരീഖത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ അടിച്ചു പുറത്താക്കി എന്ന് പറഞ്ഞില്ലേ. നമ്മൾ വന്നപ്പം തന്നെ എന്നൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ സംഭവം തോന്നുന്നുണ്ട്. എപ്പോൾ ചാടിക്കാന്ന് പറയാൻ പറ്റൂല. ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഷെയ്ഖിന്റെ കൂടെ നമ്മൾ കൂടാൻ. ബഹുമാനപ്പെട്ട പിന്നീട് ഒരു അവസരം അമീർ കുലാർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹസനിയാണ് ഹുസൈനിയാണ്, വലിയ മഹാന, വലിയ കുടുംബത്തിൽ പറഞ്ഞ ആളാ. പോയപ്പോ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഞാനിങ്ങനെ ഇവിടെ വിറക് എനിക്ക് കൊണ്ടുതരാനോ ഭക്ഷണം പാചകം ചെയ്യാനോ ഇവിടെ ഒരു ജോലിക്കാരനെ നോക്കി നിൽക്കുക. കണക്കായ സമയത്താണ് നീ വന്നത്. ആരോടോ പറയുന്നത്? ആരോട് പോയിട്ട് വിറക് പറക്കിയിട്ട് വാ. ഓല് പറയാണ് വിറക് പറക്കിയിട്ട് വാന്ന് പറഞ്ഞാൽ അവര് പറയുന്ന വാക്കാ, ഞാൻ പറയല്ല. വിറക് പുറത്ത് കൂട്ടി വെച്ചെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവരാനല്ല, കാട്ടിൽ പോയിട്ട് വിറക് വെട്ടിക്കൊണ്ടുപോവാന്ന് പറയുന്നത്. എനിക്ക് കാട് കാണിച്ചെന്ന കാട്ടിലേക്ക് ഞാൻ വിറക് വെട്ടാൻ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് മുള്ളുകൾ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കുത്തുന്നു കാട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഒരു പാട്ടുണ്ട്, അവർ പാടി, ഞാൻ മറന്നുപോയി. അതായത് അതിൻ്റെ ആശയം, അള്ളാഹുവിലേക്കുള്ള എൻ്റെ ഖിബിലയാണ്, കഅബയാണ് എൻ്റെ ഷെയ്ഖ്. അള്ളാഹുവിലേക്കുള്ള ഖിബില എൻ്റെ കഅബ, എൻ്റെ ആ കഅബയായ ഖിബിലയായ എൻ്റെ ഷെയ്ഖിന് വേണ്ടിയാണ് ഞാൻ ഈ ഖിദ്മത്ത് എടുക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ഇഖ്ലാസിൽ ഞാൻ ആ പണിയെടുത്തു. പിന്നീട് ഒരു അവസരം ഞാൻ ബഹുമാനപ്പെട്ട അമീർ കുലാർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്നോട് പറയുന്നത്, മോനെ നീ പാവങ്ങൾക്ക് ഹിദ്മത്ത് എടുക്കണം, ഫക്കീറുമാർക്ക് ഹിദ്മത്ത് എടുക്കണം, അവരെ നോക്കണം, അവരെ പരിചരിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ചുരുക്കി പറയാം, പിന്നീട് ഒരു അവസരം ഞാൻ പോയപ്പോ എന്നോട് പറഞ്ഞത്, നീ മൃഗങ്ങൾക്ക് ഹിദ്മത്ത് എടുക്കണം. അതിനുശേഷം ഞാൻ നായികളെയും അങ്ങനെയുള്ള ജീവികളൊക്കെ കാണുമ്പോൾ അതിന്റെ മുന്നിൽ നടക്കൂല, പിന്നിൽ നടക്കും. അപ്പോൾ എൻ്റെ ചിന്ത, ഈ ശൈഖ് എന്നെ നയിക്കുന്നത് ഞാനും ഒന്നുമല്ല, മൃഗങ്ങളെക്കാളും നായകളെക്കാളും ജന്തുക്കളെക്കാളൊക്കെ അതിൽ നിന്ന് മുമ്പിൽ നടക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പിന്നീട് ഞാൻ പോയപ്പോൾ ഇതിനൊന്നും എനിക്ക് സർട്ടിഫിക്കറ്റും, നീ നന്നായിട്ടുണ്ട്, നീ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത്. പിന്നീട് എന്നോട് പറയുന്നത്, മൃഗങ്ങൾക്ക് ഹിദ്മത്ത് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് പോയപ്പോൾ പറഞ്ഞത്, നീ നായകൾക്ക് ഹിദ്മത്ത് എടുക്കണം, നീ നായയെ ശുശ്രൂഷിക്കണം. ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു നായയുടെ അടുത്തെത്തും.
അതും പറഞ്ഞ് ഞാനിങ്ങനെ അതും ചിന്തിച്ചു പോകുമ്പോൾ ഞാൻ ഒരു നായയെ കണ്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹാഉദ്ദീൻ ഷാഹ് നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ. നായ എന്നെ കണ്ടപ്പോ ശരിക്കും 4 കാലും ഇങ്ങനെ മേൽപോട്ടേക്ക് ഉയർത്തിയിട്ട് മലർന്ന് കിടക്കാം. അങ്ങനെ ഒരു നായ കിടക്കലുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വേണ്ടി ദ്വാരക്കാണെന്ന്. ഞാൻ ആമീൻ 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 എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഖാജ ബഹാഉദ്ദീൻ ഷാഹ് നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞാൻ ചെറുപ്പത്തിൽ നമ്മുടെ തളിപ്പറമ്പിൽ മാർക്കറ്റിന്റെ അടുത്ത് ഉള്ളിൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സിയാറത്ത് ചെയ്ത തണ്ണീർക്കണ്ടം മഖാം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒന്നും അറിയില്ല, ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിലാണ്. അവിടെ ഇങ്ങനെ പോയപ്പോൾ ഒരുപാട് നായകൾ, ചിലപ്പോൾ കുതിര ഉണ്ടാവും, പാമ്പുകളുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ആട്ടുമ്പം എന്നോട് അവിടെ ഉണ്ടായിരുന്ന ഒരു മസ്താനോട് പറഞ്ഞു, മോനെ സാധാ നായല്ല കേട്ടോ, ജിന്നാണ്, ചെറുതാണല്ലോ. അപ്പം ഞാൻ ചിന്തിച്ചു, പാമ്പിൻ്റെ കോലത്തിൽ ജിന്ന് വരും, ഈ നായിൻ്റെ കോലത്തിൽ വരുമോ, നജസിൻ്റെ കോലത്തിൽ. അപ്പം കിതാബുകളിലുണ്ട് നായിൻ്റെ കോലത്തിൽ ജിന്ന് വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ നായ എനിക്ക് വേണ്ടി ദ്വാരക്കാന്ന് മനസ്സിലാക്കി ഞാൻ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം ഞാൻ നായകൾക്ക് ഹിദ്മത്തെടുത്തു. അങ്ങനെ ഒരുപാട് ഒരു മുരീദാവാനം വേണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹാഉദ്ദീൻ ഷാഹ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിനെ ഷെയ്ഖ് അമീർ കുലാർ റളിയല്ലാഹു അൻഹു നൽകിയ 3 നിർദ്ദേശം. ഈ 3 നിർദ്ദേശം ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യ ബുഖാരി അല്ലാഹുവിലേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ മുരീദാവാനും അവരെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കണമെന്ന് കരുതിയിട്ട് ഇവിടെ വരുന്നവരോട്, പല ഉദ്ദേശത്തിലും വരുന്നവരുണ്ടാവും, പല ഹാലിലും വരുന്ന അങ്ങനെയുള്ളവരോടാണ് എൻ്റെ ഈ വാക്ക്. അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അവരോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അമീർ ഖുലാർ റളിയല്ലാഹു അൻഹു ഷെയ്ഖ് ഖാജ ബഹാഉദ്ദീൻ ഷാഹ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ 3 അദബുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് മറക്കണം, ഓർക്കണം. മുരീദാവാനും വേണം യോഗ്യത എന്നുള്ള പോയിന്റ് ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് ഓർക്കണം. അതിൽ ഒന്നാമത്തെ അദബ് അള്ളാഹുവിനോടുള്ള അദബ്, അത് നമുക്കുണ്ടാവണം. രണ്ടാമത്തെ അദബ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദബ്. വിശാലമായി പറഞ്ഞാൽ നീണ്ടുപോകും. ഒറ്റ സുന്നത്ത് മോനെ നീ ഒഴിവാക്കരുത്. അമീർ ഖുലാർ റളിയല്ലാഹു അൻഹു ഷെയ്ഖ് ഖാജ ബഹാഉദ്ദീൻ ഷാഹ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. മൂന്നാമത്തെ അദബ് ഷെയ്ഖിനോടുള്ള അദബ്. അവരെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ നമുക്ക് സാധിക്കണം. അവരെന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അവരെന്ത് ചെയ്താലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ഷെയ്ഖിനെ മുറുകെ പിടിച്ച് ആ ഷെയ്ഖിലൂടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ ഒത്തുചേരലും ഒക്കെ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതിയാണ് ഈ മടവൂർ കോട്ടയിൽ മജ്ലിസ് നടക്കുന്നത്. നമുക്ക് മൊബൈലിൽ റിമൈൻഡ് ചെയ്ത് വെക്കേണ്ടെന്ന ആവശ്യമില്ല. 1-ാം തീയതി അത് നമ്മുടെ മനസ്സിൽ എപ്പം വേണം. നമ്മളോട് പല സങ്കടങ്ങളും പറയുന്നവരുണ്ടാവും, നമ്മളോട് പല പ്രയാസങ്ങളും പറയുന്നവരുണ്ടാവും. അവരെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. ഈ മജ്ലിസിനെ മനസ്സിൽ ഹാദിറാക്കിയിട്ട് ഇൻഷാ അല്ലാഹ്. എന്തിന്റെ പ്രശ്നം? ഞാൻ ആകെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് പ്രശ്നം തീരോട്ടോ. അങ്ങനെ പലരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നത്തിന്റെ കൂടെ ഏറ്റെടുത്ത് വന്ന് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ആ ഒരു നിയത്തോടുകൂടി അല്ലാഹ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നാം ഏറ്റെടുത്തവരുടെ, നമ്മളോട് ദുആയോട് വസിയത്ത് ചെയ്തവരുടെ, നമ്മളോട് ഏൽപ്പിച്ചവരുടെ പ്രശ്നങ്ങൾ ഈ മഹത്തായ മജ്ലിസിന്റെയും ഈ മജ്ലിസിന്റെ ആത്മീയ നേതൃത്വമായ സയ്യിദ് യഹ്യ ബുഖാരി അല്ലാഹുവിലേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ പോരിശ അല്ലേ, എങ്ങനെയാണ് അവർ ആരാണ് ഏൽപ്പിച്ചത് നോക്കിയിട്ടാണ് അവരുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഇന്ന് ഏതൊക്കെ സംഘടനയിൽ സാഹിത്യമുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സംഘടനയുടെ പ്രസിഡന്റാ, സെക്രട്ടറി, ചെയർമാനാ നോക്കിയിട്ടല്ല ഒരാളുടെ സ്ഥാനം. അവർക്കാരാണ് ഈ ആത്മീയമായ നേതൃത്വം ഏൽപ്പിച്ചത്. ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം, റഈസുൽ സാഹിദീൻ, ഷെയ്ഖുൽ മശായിഖ്, ഷെയ്ഖുൽ മശാരിഖ് വൽ മഗാരിബ്, സയ്യിദ് മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹി മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു, അവിടുന്നാണ് ഏൽപ്പിച്ചു കൊടുത്തത്.
ബഹുമാനപ്പെട്ട സാഹിബുൽ അസ്റാർ വലിയുള്ളാഹി മുഹമ്മദ് ഹാദിൽ വടകരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് മുഹമ്മദ് ഗായിമത്തുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അത്ര മതി. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. കൺകൂട വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോകുമെന്ന് അല്ലാഹു കൊടുത്തോവർ. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ആയതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് അവറുകളെ മുറുകെ പിടിക്കണം. അവരുടെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാൻ നമുക്ക് സാധിക്കണം. കൂട്ടത്തിൽ ഞാൻ പറയാം, അവര് എല്ലാവരെയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പല നിർദ്ദേശങ്ങളും രഹസ്യമായിട്ട് തരാറുണ്ട്. രഹസ്യമായിട്ട് അത് എന്നോട് തരുന്ന നിർദ്ദേശമായിരിക്കില്ല ഇയാളോട്, ഇയാളോട് തരുന്ന നിർദ്ദേശമായിരിക്കില്ല അയാളോട്. ആയതുകൊണ്ട് നമ്മളെ എല്ലാ തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും പോരായ്മയൊക്കെ നോക്കിയിട്ട് അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും തെറ്റിനോട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറ്റം പറയല്ല പല ഉലമായിനും സാധിക്കാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ തെറ്റിനെതിരെ ഞാൻ ശബ്ദിച്ച എൻ്റെ സംഘടന എന്താ പറയുക, പൊളിഞ്ഞ് താറുമാറായി പോകുന്നു പേടിക്കേണ്ടി വരും. അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇവർക്ക് ആ പേടിയില്ല. ഞാൻ ഇതൊക്കെ പലതും കണ്ട് മനസ്സിലാക്കിയിട്ട് പറയാം. നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ അറിയുന്ന, നമുക്കൊക്കെ സുപരിചിതരായ ഒരു ആലിം ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യ ബുഖാരി, അള്ളാഹുവിലേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്. ഇതൊക്കെ എൻ്റെ മുന്നിൽ നടന്ന സംഭവം. ഓരോട് വന്നിട്ട് പറയാണ്, ഞാൻ എല്ലാം ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞാൽ മനസ്സിലായി പോകുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്നൊരു ഷെയ്ഖിനെ കുറിച്ച് ഒരു മദ്ഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് എന്താ എടുക്കുന്നതെന്നറിയോ? ഈ സാധനം മൊബൈൽ കൊണ്ടുപോയി ചാടുക. എൻ്റെ ഷെയ്ഖിൻ്റെ ഈ പറഞ്ഞ എന്തൊക്കെയോ വാക്ക് ഉപയോഗിച്ച് വൃത്തികെട്ട് ഈ സാധനത്തുള്ളിൽ വെക്കണ്ടല്ല എൻ്റെ ഷെയ്ഖിൻ്റെ പേര്. നീ കള്ളാസിൽ എഴുതിയിട്ട് വേണമെങ്കിൽ കൊണ്ടുത്ത. അത് പറയാനുള്ള ധൈര്യം മനസ്സിലായോ? ഒന്ന് ഞാൻ കണ്ടത്. രണ്ട് ഞാൻ കണ്ടത് ഞാൻ പറയാം. ഇതൊക്കെ ഇപ്പം ലൈവാണ്, കുറ്റപ്പെടുത്താൻ ആളുണ്ടാവും. പലരും ചോദിക്കും എന്തിനാ ഇയാളത്തിനെ കൂടി സമയം കളയുന്നതെന്ന്. ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, യാ അല്ലാ, ഒരിക്കലും നമ്മൾ ഒരാളെക്കുറിച്ച് അറിയാതെ വിമർശിക്കാൻ വേണ്ടി പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യ ബുഖാരി, അവിടുത്തെ കുറിച്ച് വിവരമില്ലാത്ത ജാഹിലി എന്ന് പറയുന്ന ജാഹിലികളോട് എനിക്ക് പറയാൻ, ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് വന്ന് അവരുടെ മുമ്പിൽ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അറിയോ അവർക്ക് വിവരമുണ്ടോ വിവരം ഇല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് പറയാനുള്ള ധൈര്യം നമ്മളാണെങ്കിൽ ഇപ്പം നമ്മളെക്കുറിച്ച് ഒരു മൊബൈലിൽ സാറേ നിങ്ങളെക്കുറിച്ച് മദ്ഹ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവർക്ക് പൂമാലിട്ട് സ്വീകരിച്ചു കൊടുക്കൂലേ? അല്ലേ? ചിലപ്പം ബയ്യെ പറയൂ നീ അത് കള്ളാസിൽ എഴുതിക്കൊണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. തെറ്റ് കാണുമ്പം ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റ് കാണുമ്പോൾ നീ കൈ കൊണ്ട് തടയണം. കൈകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇപ്പം തടയാൻ സാധിച്ചോളണമെന്നില്ല. അപ്പം നാവ് കൊണ്ട് അതിനെതിരെ ശബ്ദിക്കണം. ഹൃദയം കൊണ്ട് കൈകൊണ്ടും കഴിയുന്നില്ല, നാവ് കൊണ്ടും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കണം. അതാണ് ഈമാനിന്റെ ലാസ്റ്റ് ഘട്ടം. രണ്ടാമത് ഞാൻ പറയാം, അങ്ങനെ വലിയൊരു മഹാനാണ് അവർ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേരിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർക്കാതെ വെറും റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ ഹംകെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരാളും ഓറെ കൂടെ കുറേ കൂടിയത് കൊണ്ട് ഞാനെന്തോ സംഭവമാണെന്ന് മനസ്സിലാക്കണ്ട. നമുക്ക് പലപ്പോഴും അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ശൈഖന്മാർ അങ്ങനെയാണ്, എന്നെ ഒരുത്തരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ നടക്കുക കേട്ടോ. അതാണ് നമ്മളവരെ മനസ്സിലാക്കുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അഹങ്കാരമുള്ള സംഭവം നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റിയാലല്ലാതെ നമ്മൾ ഉയരൂല. ഞാൻ ഒന്നല്ല എന്നുള്ള തോന്നൽ നമുക്ക് എപ്പം വരുന്നു അന്ന് ഞാൻ വിജയിക്കും. ഒറ്റ സംഭവം പറയാ. സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ പിന്നിലൂടെ ഒരു സ്ത്രീ വന്നിട്ട് വിളിച്ചു, യാ മുറായി. ഒരിയാളുള്ളവനെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്യുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം.
നമ്മളാണെങ്കിൽ ഓളെ ഉപ്പാനും അതിൻ്റെ അപ്പുറത്ത് ഉപ്പാനെല്ലാം പറയൂലേ. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നിനക്കല്ലാതെ ഒരാൾക്കെന്നെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ വലിയ മഹാനാണ്, ഞാൻ എന്നെ മനസ്സിലാക്കിയത് ഓരോ വിനയാണത്. അഹങ്കാരം കാണിക്കുന്നവരെ അള്ളാഹു താഴ്ത്തിക്കളിയും, വിനയം കാണിക്കുന്നവരെ അള്ളാഹു ഉയർത്തും. ആ വിനയം നമുക്ക് വേണം. മറ്റൊന്ന്, നാം എപ്പോഴും ഒരു ശൈഖിനെ ബൈഅത്ത് ചെയ്തവരാകുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ചിന്ത, ഞാൻ കാരണമായി എൻ്റെ ശൈഖിന് പേര് ദോഷം വരാൻ പാടില്ല എന്നുള്ളതാണ്. കാണുന്നിടത്തെല്ലാം പോയി ഞാൻ മടവൂർക്കോട്ടൻ്റെ ആളാ, ഞാൻ യഹ്യൽ ബുഖാരിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നീ തോന്നിവാസം കാണിച്ചാൽ എനിക്കല്ല പ്രശ്നം, അത് യഹ്യൽ ബുഖാരിക്കാണ് പ്രശ്നം, അത് മടവൂർക്കോട്ടക്കാണ് പ്രശ്നം. ആ ചിന്ത നമുക്ക് വേണം. അള്ളാഹു നമ്മുടെയൊക്കെ നന്നാക്കി പെരുമാറാവട്ടെ.